ഹലോ വെൽക്കം ടു അവർ ചാനൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ 77 ടാരോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് നിങ്ങളോടുള്ളത്. പിന്നെ ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഡെസ്റ്റൈൻഡ് ആണോ, ഓൾറെഡി നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കേണ്ടവരാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, Divine, please guide me. And the viewers in the post, the true intention endana. Please guide me, Divine. Please guide me, angels. And the viewers in the post, the true intention endana. Okay. Ace of Cups, Queen of Cups, Strength, the Devil, the Tower. Okay. Bottom of the deck, 6 of Wands in energies ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സയൻസ് നോക്കാം. ഫസ്റ്റിലെ തന്നെ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജീസ് ആണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ റീഡിങ്ങിൽ വന്നിട്ടുള്ളത്. വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപിയോ, പൈസസ് എനർജീസ് പ്ലസ് ജെമിനി, ലിബ്ര, അക്വേരിയസ് എനർജി പ്ലസ് ഏരീസ്, ലിയോ, സജിറ്റേറിയസ്, ഫയർ സൈൻ എനർജി. ഓക്കെ, അപ്പം സയൻസ് ആക്റ്റീവും വാട്ടർ സൈൻ ഇല്ല, അല്ലെങ്കിൽ ഇന്ന സയൻസ് ഒന്നും ആബ്സെൻ്റ് അല്ല, ലൈക്ക് ആബ്സെൻ്റ് ആണ്, പ്രസൻ്റ് അല്ല എന്നുള്ള എനർജിയിൽ നിങ്ങൾക്ക് എനർജീസ് റെസനേറ്റ് ആവാതിരിക്കില്ല. കാരണം നിങ്ങളുടെ ഡീൽ ചെയ്യുന്ന വ്യക്തിയുടെ ബർത്ത് ചാർട്ടിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ഒരു സയൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു സയൻസ് വന്നിട്ടുള്ളത്. സോ അപ്പം എനർജീസ് നിങ്ങൾക്ക് മാച്ച് ആവുന്നുണ്ടോ നിങ്ങൾ നോക്കുക കേട്ടോ. ഇവിടെ എനിക്ക് നിങ്ങളുടെ പേഴ്സന്റെ ട്രൂ ഇന്റൻഷൻ ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ട്രൂ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു ട്രൂ ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ജസ്റ്റ് ഒരു ഇമോഷൻ മാത്രമല്ല, നിങ്ങളോട് ഒരു അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലസ്റ്റ് ഉണ്ട്, ഒരു വല്ലാത്തൊരു ഇല്ലാത്തൊരു അഡിക്ഷൻ. ശരിക്കും അഡിക്ഷൻ കറക്റ്റ് വേർഡല്ല, പക്ഷെ എന്നാൽ പോലും ഒരു ഒബ്സഷൻ എനർജീസ് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും ഈ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വല്ല ലെസ്റ്റ് വല്ലതും ആണോ, അങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അല്ല, ഇവർ സ്നേഹം നിങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ആ ഒരു അഡിക്ഷൻ, ആ ഒരു ഒബ്സഷൻ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകും. വന്നും പോയി നിൽക്കുന്ന എനർജിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, അല്ല നിങ്ങൾക്ക് തന്നെ സംസാരത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരിക്കലും നിങ്ങളെ ഈ ഒരു വ്യക്തി നഷ്ടമാക്കി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ വർത്തമാനത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ഓക്കെ, ഇവർക്കറിയാം, നിങ്ങൾക്കും അറിയാം നന്നായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീപ്പ് ഇൻസൈഡ് നന്നായിട്ട് അറിയാം. അതിപ്പം എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഈ വെളിയിൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ പോലും ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതെന്ന് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും ഇവിടെ ഇഷ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജീസ് നിങ്ങളും ഈ ഒരു വ്യക്തി ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അതിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ പറയുന്നുണ്ടാവും, ഇത്രയും ഓവർഫ്ലോയിങ് ഓഫ് ലവിൻ്റെ ഒരു എനർജിയോ അവനോ എന്നെ സ്നേഹിക്കുന്നുണ്ടോ. പക്ഷെ ശരിക്കും ഉണ്ട്. ആ ഒരു വ്യക്തി പക്ഷെ ആ ഒരു ഇമോഷൻസിനെല്ലാം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ആ ഒരു ഇമോഷൻസിനെ കാണിക്കാനായിട്ടല്ല, ആ ഇമോഷൻസിനെ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രെങ്ത്, ഒരു ഇന്നർ സ്ട്രെങ്ത് ആ ഒരു വ്യക്തിക്കില്ല. മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാരിറ്റൈൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അയാൾക്ക് ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിരിക്കാം. സോ അയാളുടേതായിട്ടുള്ള ബാധ്യതകളും കാര്യങ്ങളും അയാൾക്കുണ്ട്. മേ ബി അതുകൊണ്ടാവാം ഈ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നുള്ളത്. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഈ ഒരു വ്യക്തി എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു വ്യക്തി അറ്റാച്ച്മെന്റിനോട് വളരെയധികം ഒരു ഫിയർ ഫീൽ ചെയ്യുന്ന ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ ലൈഫിനെ എപ്പോഴും ലൈറ്റ് അപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളാണെന്നുള്ളൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് ഇവർ നിങ്ങളുടെ മുന്നിൽ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവരുടെ ലൈഫിൽ ഒരു ലൈറ്റ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, ഇപ്പോൾ സം ഓഫ് യു, വളരെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ക്രഷിൻ്റെ എനർജീസ് ആണ്. നിങ്ങളുടെ ക്രഷിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? കാരണം ആ ഒരു വ്യക്തി നിങ്ങളെ നോക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോഴേക്കും നിങ്ങളത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പലരും കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അത് ജസ്റ്റ് ലെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല, ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. ഡേ ബൈ ഡേ ആ ഒരു സ്നേഹം ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ന്യൂ പേഴ്സൺ, നിങ്ങളുടെ ക്രഷിൻ്റെ എനർജീസ്, ആ ഒരു വ്യക്തി നിങ്ങൾ സെയിം റിലീജിയൻ കാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാരി ചെയ്യണം എന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം, ഒരു ഒബ്സഷനൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാം.
അതിപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്, പ്ലസ് സ്നേഹത്തിൻ്റെ ഒരു എനർജി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് എൻഡായി, പ്ലസ് നിങ്ങൾക്കൊരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ കരിയർ, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പുതിയൊരു പാർട്ട്ണറെ സെറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, കരിയർ ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് പുതിയൊരു പേഴ്സൺ കിട്ടിയിട്ടുണ്ടല്ലോ, ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് എന്താണെന്ന് അറിയാനായിരിക്കും മേ ബി ചിലരൊക്കെ ഈ റീഡിങ് കാണുന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമാണ്, നിങ്ങളെ മാരി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഡയറക്റ്റ് ഒരു പ്രപ്പോസൽ നിങ്ങളുടെ മുന്നിൽ വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ. ആളിച്ചിരി പ്രാക്ടിക്കലാണ്, പക്ഷേങ്കിൽ ഇവരുടെ ലൈഫിൽ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളെ ചൂസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നുള്ളത്. നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ്? ട്രൂ ഇൻറ്റൻഷൻ പ്ലീസ്. ട്രൂ ഇൻറ്റൻഷൻ പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ ഏഞ്ചൽസ്. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലായിരിക്കാം. മേ ബി ഒരു സഡൻ ടവർ മൂവ്മെന്റ് നിങ്ങളുടെ കണക്ഷനിൽ വന്നിട്ടുണ്ട്. ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തി മേ ബി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി. ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ പോലും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും, ഞാൻ ആ ഒരു പേഴ്സണുമായിട്ട് അത്രമാത്രം അഡിക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ഒബ്സസ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി മനഃപൂർവ്വം നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നുള്ളത്. ഇവർക്ക് മേ ബി റിലേഷൻഷിപ്പിൻ്റെ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കാം, നല്ല പേടി ഉണ്ടായിരിക്കാം, ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു ഡിറ്റാച്ച്മെൻറ്റ് എനർജിയിൽ നിൽക്കുന്നുള്ളത്. പക്ഷേ ഇവർ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടോ, എനിക്ക് നീ ഇല്ലാതെ പറ്റിയല്ല, എനിക്ക് നിന്നെ വേണം എന്നുള്ളൊരു എനർജി ഒരു വ്യക്തി പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഈ ഒരു സഡൻ ടവർ മൂവ്മെന്റ് ഈ ഒരു കണക്ഷനിൽ വന്നിരിക്കുന്ന ഇവരുടെ കണ്ണ് തുറപ്പിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരിപ്പം വളരെയധികം സൈലന്റ് ആയിട്ടുള്ള ഒരു എനർജിയിലാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ തന്നെ ഹീൽ ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവർക്ക് ഹീലിംഗ് അത്യാവശ്യമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി അത്യാവശ്യമാണ് ഈ ഒരു കണക്ഷനിൽ. ശരിക്കും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. കാരണം ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് പോലും ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് മൂവ് ഓൺ ചെയ്ത് പോകുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം ആ ഒരു സ്നേഹം. അയാൾ നേരത്തെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള മെമ്മറീസും മൊമെന്റ്സും ഒക്കെ വളരെ അടിപൊളി ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവർ വളരെ ജെനുവിൻ ആയിട്ടായിരിക്കാം നിങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ഉണ്ട്, പെട്ടെന്ന് ഈ ഒരു വ്യക്തിയുടെ ഒരു ചേഞ്ചിന് എന്താണ് റീസൺ എന്ന് നിങ്ങൾക്ക് അറിയില്ല. ആ ഒരു വ്യക്തി പഴയതുപോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹം, ആ ഒരു ലവ്, ആ ഒരു കെയർ നിങ്ങൾ വീണ്ടും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അതേപോലെ പലപ്പോഴും നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടാവാം, ഈ ഒരു വ്യക്തിയുടെ ഇനി ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത് മൂവ് ചെയ്യിപ്പിച്ച് കളഞ്ഞതാണോ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എണീറ്റിട്ട് പോകുന്നുള്ളൊരു കാര്യം എനിക്ക് ചിന്തിച്ചു കൊള്ളാനേ വയ്യ. കാരണം അങ്ങനൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കറണ്ട് എനർജീസ് ആണ്. പക്ഷേ എങ്കിൽ ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാവാം. അത് ഏത് വേണേലും ആയിക്കോട്ടെ. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എനർജീസ് ആവാം. പക്ഷെ എന്നിരുന്നാൽ മേ ബി ഇയാളുടെ ഫിയർ ആവാം, ട്രോമയാവാം, എന്തും ആവാം, ഈഗോ ആവാം, ആറ്റിറ്റ്യൂഡ് ആവാം. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് അല്ലെങ്കിൽ ട്രൂ ഇൻറ്റൻഷൻ, നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഇൻറ്റൻഷൻ ഒരിക്കലും റോങ് അല്ല. നിങ്ങളെ ഒരു തരത്തിലും യൂസ് ചെയ്ത് കളയണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്യണമെന്നോ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കണമെന്നോ ഒന്നും ഉള്ളൊരു എനർജി ഒന്നും ഈ ഒരു വ്യക്തിക്കില്ല. മേ ബി ഇവർ നിങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ടായിരിക്കാം, മേ ബി നിങ്ങളെ മാരി ചെയ്യാം എന്നുള്ളത്. മേ ബി റീസെൻ്റ് ആയിട്ട് ആ ഒരു വാക്ക് അയാൾക്ക് പാലിക്കാൻ പറ്റാത്തത് കൊണ്ട് മേ ബി ആ ഒരു വ്യക്തി അതിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാകും. കാരണം നിങ്ങളെ കൂടുതലായിട്ട് ഒരു ഫ്യൂച്ചറില്ലാത്ത കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുണ്ടാവുന്നത്. ഇയാൾക്കും അത് എഫക്റ്റ് ചെയ്യുമെങ്കിലും നിങ്ങളെ അങ്ങനെ സങ്കടപ്പെടുത്തണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അല്ല നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയുന്നുണ്ടാവാം. നിങ്ങൾ പുറമേ നോക്കുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നു. ശരിക്കും എക്സാക്റ്റ് ആയിട്ടുള്ളൊരു റീസൺ ഒരിക്കലും ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന കേട്ടോ. വളരെയധികം ബേർഡണിലാണ് നിങ്ങളുടെ പേഴ്സൺ, ടെൻഷനിലാണ്, ഒന്നിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടായിരിക്കണം മേ ബി ഒരു വ്യക്തി ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, നോക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആണോ എന്ന് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സും ഈ ഒരു വ്യക്തിയായിട്ടുള്ള കണക്ഷൻ ഡെസ്റ്റൈൻഡ് ആണോ? പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ.
Queen of Wands, Four of Swords, നല്ല ചൂടുണ്ടല്ലേ. ഓക്കെ, 8 of Wands, ബോട്ടം ഓഫ് ദി ഡെക്ക്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഫോർ സം ഓഫ് യു. എല്ലാവർക്കും അല്ല, ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ്. ഡെസ്റ്റൈൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെസ്റ്റിനി ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഒരു നോർമൽ റിലേഷൻഷിപ്പാണത്. ഓക്കെ, ഇപ്പോൾ കാർമിക്കും അല്ല, സോൾമേറ്റും അല്ല, ഒരു നോർമൽ റിലേഷൻഷിപ്പ്. അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് കേട്ടോ. നോർമലായിട്ടൊരു കണക്ഷൻ. ജസ്റ്റ് നിങ്ങൾ സംസാരിച്ചിട്ടായിരിക്കാം ഈ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു മാരീഡ് പേഴ്സണെ കുറിച്ചിട്ടാണ്, പേഴ്സണാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മേ ബി ഒരു ബിസിനസ് മാൻ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഓക്കെ, വളരെയധികം മൈൻഡ് പവറുള്ള ഒരു എനർജിയാണ് തങ്ങളുടേത്. മേ ബി നിങ്ങളിൽ ഈ ഒരു വ്യക്തി ശരിക്കും നിങ്ങളുടെ ഒരു മൈൻഡ് പവറിലായിരിക്കാം അട്രാക്റ്റഡ് ആയിട്ടുള്ളത്, നിങ്ങളുടെ ലുക്സിലായിരിക്കാം അട്രാക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ വളരെ അടിപൊളിയായിട്ടാണ് നിങ്ങളെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നതെന്നുള്ളത്. സോ ഈ ഒരു വ്യക്തിയും അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ അട്രാക്റ്റഡ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജീസ് ആണ്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എപ്പോഴും വരുമ്പോൾ ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് അത് കാണിക്കുന്നുള്ളത്. ഫാമിലി ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു എനർജി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു ഇവർക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ എന്ന്. സെയിം എനർജീസ് ആണ് എനിക്കിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് കുറച്ച് ടൈം വേണം, അതാണ് ആവശ്യം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ട്രൂ ഇൻറ്റൻഷൻ പ്ലീസ്. ടൗൺ ആണ് ഈ ഒരു വ്യക്തി. ഇവർക്ക് നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്. ഇവരായിട്ടിരിക്കുന്ന എപ്പോഴും നിങ്ങളുടെ അടുത്താണ്, അല്ലാത്തവരുടെ അടുത്തൊന്നും ഇയാൾ വളരെ പ്രാക്ടിക്കലാണോ ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു എനർജിയിലായിരിക്കും ഈ ഒരു വ്യക്തി ഇരിക്കുന്നുള്ളത്. പക്ഷേങ്കിൽ ഇവർ ജെനുവിനായിട്ടിരിക്കുന്നത് ഇവരായിട്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരെ തന്നെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഓരോ നിമിഷവും ഈ ഒരു വ്യക്തി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ ഒരു നിമിഷം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു പോയാൽ കൊള്ളായിരുന്നു എന്നുള്ള ഒരു എനർജിയിൽ വളരെ കഷ്ടപ്പെട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. നമുക്കതിവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, വല്ലാണ്ട് ഡൗൺ ആയി പോകുന്നൊരു എനർജി എനിക്ക് നിങ്ങളുടെ പേഴ്സണിൽ ഫീൽ ചെയ്യുന്നത്. സോറോയുടെ എനർജി. പക്ഷെ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്യുകയാണ്, മനസ്സിൽ ഹൈഡ് ചെയ്യുകയാണ്. ശരിക്കും ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ പോയപ്പോൾ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണെന്നുള്ളൊരു എനർജിയാണ് ഇത്. ഈ ഒരു വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷനും ഇതൊക്കെ തന്നെയാണ്. ലൈക്ക് ഈ ഒരു വ്യക്തി, ഇവർക്കൊരു ആഗ്രഹം, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയായിട്ട് കുറേ കാലങ്ങൾ പോകണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഇവരുടെ ഡ്രീമായിരുന്നു അത്. പക്ഷേ എങ്കിലത് നടക്കാതെ പോയതിൽ ഈ ഒരു വ്യക്തിക്ക് സങ്കടമുണ്ട് വല്ലാണ്ട്. ഓക്കെ, സെപ്പറേഷനിലായിട്ടുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നുള്ളത്. നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ കുറേ കാലം ഒരുമിച്ച് പോകും, ലൈഫ് ലോങ് സ്റ്റെബിലിറ്റി, ലൈഫ് ലോങ് പോകാൻ പറ്റുമെങ്കിൽ പോകാൻ ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് ഈ ഒരു വ്യക്തി വാക്ക് തന്നിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ഈ ഒരു വാക്ക് പാലിക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. സോ അതിൻ്റെ വളരെയധികം സങ്കടം ഈ ഒരു വ്യക്തിക്കുണ്ട്. കാരണം ഇവർക്ക് നിങ്ങളുള്ളപ്പോഴാണ് ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നത്, ഒരു 10 of Cupsൻ്റെ എനർജി ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഈ ഒരു വ്യക്തിക്ക് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുക എന്നുള്ളതല്ലാതെ ഒരു റിയൽ പേഴ്സൺ ആയിട്ടല്ല ഇയാളുടെ യഥാർത്ഥ ആ ഒരു വ്യക്തിത്വത്തിൽ നിൽക്കാനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല എന്നുള്ളത് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇയാൾ ഡൗൺ ആണെങ്കിലും ഹാപ്പി ആണെന്നുള്ള ഒരു എനർജിയിലായിരിക്കും എല്ലാവരുടെ അടുത്ത് നിൽക്കുന്നുള്ളത്. പക്ഷെ നിങ്ങളാവുമ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാ ഇമോഷൻസും ഈ ഒരു വ്യക്തി അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്ത് ട്രൂ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ അടുത്തൊക്കെ എത്ര സ്വീറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്, എന്നെ മാത്രം ഫോർ ഗ്രാൻഡഡ്, എനിക്കൊരു പ്രയോറിറ്റി ഇല്ലാതെ നിൽക്കുന്നുള്ളത്. അതിന് റീസൺ അതാണ്. വളരെയധികം എന്താ പറയുക, ഇൻട്രോ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വളരെയധികം ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ട്. ആ ഒരു ബൗണ്ടറിയിൽ അത്രയ്ക്കും അങ്ങനെ അധികം ആളുകളെ അതിലേക്ക് ലൈക്ക് അവരുടെ ആ ഒരു ലൈഫിൽ, പേഴ്സണൽ ലൈഫിലേക്ക് ആരെ എൻട്രി ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ലാത്തൊരു എനർജീസ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ പേഴ്സൻ്റെ. സോ അങ്ങനെ അതിൻ്റെ ഒരു ബൗണ്ടറിയുടെ വെളിയിൽ നിൽക്കുന്ന ആളുകളെ അവർ ആ ഒരു രീതിക്കായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുള്ളത്. ഇവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ അടുത്തായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഇവരുടെ ഇമോഷൻസ്, ഇവരുടെ ഫ്രണ്ട്സ്, നിങ്ങൾക്കൊക്കെ ആയിരിക്കും ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നുള്ളത്. ഓക്കെ,
സോ ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവർ നിങ്ങളുടെ കൂടെ കുറേ കാലം പോകണം എന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നിട്ടുള്ളത് അവരുടെ ട്രൂ ഇൻറ്റൻഷനാണ്. ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ട്രൂ ഇൻറ്റൻഷൻ, ട്രൂ ഫീലിങ്സ് ആണത്. ഓക്കെ, അപ്പം ഇതായിരുന്നു. നിങ്ങൾക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദി ബെൽ ഐക്കൺ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ലൈക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. താങ്ക് യു.